നമ്മുടെ ചാനലിൽ പുതിയൊരു ചെറിയ കോഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് നിങ്ങൾക്കറിയാം ഓൾറെഡി ചാനലിലുള്ള കോഴ്സുകളെല്ലാം ഈ 4 മാസം കൊണ്ട് സെയിൽ ചെയ്ത കോഴ്സെല്ലാം 2900, 1900, 1200 ഇതുപോലെ വലിയ റേഞ്ചുള്ള കോഴ്സുകളായിരുന്നു. സെക്ഷൽ അട്രാക്ഷൻ, സെഡക്ഷൻ, ടെക്സ്റ്റിങ്, കോൺവെർസേഷൻ, ഡോമിനൻറ്റ് ബിഹേവിയർ, നൈസ് ഗേ, അതുപോലെ കുറേ ടൈപ്പിൽ വലിയ വലിയ കോഴ്സുകളായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിൽ 666 രൂപയ്ക്ക് ചെറിയൊരു കോഴ്സ്, മിനി കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതിലുള്ള റെഫറൻസ് ഒന്നും എടുത്തിട്ടില്ല, വലിയ കോഴ്സിലുള്ള. എന്നാലും നിങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് ഇവിടെ പറയാം. മെയിനായിട്ട് സംസാരിക്കുന്നത് സെക്ഷലി എങ്ങനെ അടുത്ത ലെവലോട്ട് പോകണം, സെക്ഷൽ അട്രാക്ഷനെ കുറിച്ച് ഒരു 12 പോയിൻറ്റ്, അതായത് നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഒരു ഐഡിയ കിട്ടുന്ന രീതിയിൽ 12 പോയിൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓൾറെഡി മിണ്ടുന്ന ഗേളായിരിക്കും, ഇല്ലെങ്കിൽ പുതുതായിട്ട് കണ്ട ഗേളായിരിക്കും, ഓക്കെ, രണ്ടും വേർതിരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കും, അവളെങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്യണം, 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് 12 പോയിൻറ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ള അടുത്ത ടോപ്പിക്ക് ഗേൾസിൻ്റെ ഓട്ടോമാറ്റിക് ബിഹേവിയറിനെ കുറിച്ച് ചാനലിൽ ഒരു വീഡിയോ ഉണ്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ബിഹേവിയറാണ്. ഒന്ന് അൾട്ടിമേറ്റ് മിറർ ഐഡിയ, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ മൊമെൻറ്റം. ഇതിനെക്കുറിച്ച് എക്സ്ട്രീം ഡീറ്റെയിൽ ആയിട്ട് കോഴ്സിൽ പറഞ്ഞിട്ടുണ്ട്. അൾട്ടിമേറ്റ് മിറർ ഐഡിയയിലെ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഗേൾസിനോട് എങ്ങനെ നമ്മൾ പെരുമാറണം, അട്രാക്ഷൻ ഉണ്ടാകും, നമ്മളെങ്ങനെ പെരുമാറണം. അതുപോലെ ഗേൾസ് ഇമോഷൻ്റെ പുറത്താണ് എല്ലാം തീരുമാനിക്കുന്ന ഒരു പോയിൻ്റ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് കുറച്ചുകൂടെ നല്ല ഡീപ്പായിട്ട് പറയുന്നു. നമ്മളെങ്ങനെ നമ്മളെ പ്രൊജക്റ്റ് ചെയ്യണം, ഓക്കെ, കമ്മിറ്റഡ് ആവുന്നതിന് മുമ്പ് നമ്മുടെ ക്യാരക്ടർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ക്യാരക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്, ഓക്കെ, പക്ഷേ തുടക്കത്തിൽ ബെയിനി സ്റ്റേജിൽ ക്യാരക്ടർ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളൊരു പോയിൻ്റാണ് പറയുന്നത്. അപ്പോൾ ഓരോ ഗേൾസിനും ഓരോ മിറർ ടൈപ്പ് ബിഹേവിയർ ഐഡിയ ആയിരിക്കും. അത് മനസ്സിലാക്കിയിട്ട് എങ്ങനെ അതിനനുസരിച്ച് നമ്മൾ പെരുമാറാം, ഓക്കെ, എങ്ങനെ നമ്മളെ കസ്റ്റം ചെയ്ത് എങ്ങനെ നമ്മുടെ ക്യാരക്ടർ പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ള ടോപ്പിക്കാണ് ഇവിടെ സംസാരിക്കുന്നത്. പിന്നുള്ളത് മൊമെൻറ്റം, അതിലെന്താ ഉള്ളത് നിങ്ങൾ കണ്ടറിയണം. പിന്നുള്ളത് ബിഗിനേഴ്സ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോവാണ്. ടോട്ടലി 4 മണിക്കൂറുള്ള കോഴ്സാണ്. അപ്പോൾ ആദ്യത്തെ സബ് ചാപ്റ്ററിൽ ഫസ്റ്റ് അപ്രോച്ചിനെ കുറിച്ച് ഡീപ്പായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇത് രണ്ട് ഇതായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ ഡെയിലി കാണുന്ന ഒരു പെണ്ണിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സെക്കൻഡ് എന്താണെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് അപ്രോച്ച് എന്ന് പറയാം. അതായത് നിങ്ങൾ ഉത്സവത്തിന് ഒരു പെണ്ണിനെ കാണുന്നു, അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു പെണ്ണിനെ കാണുന്നു, പാർട്ടിക്ക് ഒരു പെണ്ണിനെ കാണുന്നു, ഒരു 10 മിനിറ്റ് അപ്രോച്ചും കിട്ടത്തുള്ളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സൈക്കോളജി നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ അതിനെക്കുറിച്ചും ഡീപ്പായിട്ട് തന്നെ പറയുന്നുണ്ട്. അടുത്ത ടോപ്പിക്കാണ് ഗേൾസ് തരുന്ന സിഗ്നൽ. ഓക്കെ, ഗേൾസ് ഒരുപാട് സിഗ്നൽ നമുക്ക് തരും. ബിഗിനിങ് സ്റ്റേജിൽ ഗേൾസിൻ്റെ സിഗ്നൽ മനസ്സിലാക്കിയാൽ പെട്ടെന്ന് നമുക്ക് അടുത്തടുത്ത ലെവലോട്ട് പോയിക്കൊണ്ടിരിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളോട് മിണ്ടിക്കൊണ്ടിരിക്കുന്ന പെണ്ണായിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് അപ്രോച്ച് തുടങ്ങുമ്പോൾ ഉള്ളൊരു പെണ്ണായിരിക്കും, ഓക്കെ, ഏത് പെണ്ണായാലും പല ടൈപ്പ്, ഓക്കെ, പലതായിട്ട് തിരിച്ചിട്ട് എന്തൊക്കെയാണ് സിഗ്നൽ വരുന്നതെന്ന് ഡീപ്പായിട്ട് പറയുന്നുണ്ട്. പിന്നുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മെയിനായിട്ട് ഒരു ഡൗട്ടാണ്, ഫസ്റ്റ് അപ്രോച്ചിൽ തന്നെ ഇപ്പോൾ ഇൻട്രസ്റ്റ് കാണിക്കണോ വേണ്ടേ, ആദ്യം തുടക്കത്തിൽ തന്നെ ഇൻട്രസ്റ്റ് കാണിക്കണോ വേണ്ട. അപ്പം അതിന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തീരുമാനം എടുക്കാൻ ഞാനതൊരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതനുസരിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തീരുമാനം എടുക്കാം. ഞാൻ പറയുന്ന പോലെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പം തന്നെ ഇൻട്രസ്റ്റ് കാണിക്കാം, ഓക്കെ, പ്രപ്പോസ് ഉണ്ടെങ്കിലും ചെയ്യാം, ഓക്കെ. അപ്പം അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റും. പിന്നുള്ള മെയിൻ ടോപ്പിക്ക് മൊമെൻറ്റത്തിനെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. അതായത് ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, തുടക്കത്തിൽ നിങ്ങളോട് നല്ല അട്രാക്ഷനെ മിണ്ടിക്കൊണ്ടിരുന്ന പെണ്ണ് മൊത്തത്തിൽ താഴോട്ടും, ഓക്കെ, അല്ലെങ്കിൽ തുടക്കത്തിൽ ഇപ്പോൾ കാമുകിയായാലും തുടക്കത്തിൽ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും, നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും, പിന്നെ താഴോട്ട് വരും. ഇതുപോലെ ഒരുപാട് കാര്യത്തിൻ്റെ ഉത്തരം അവിടെ നിങ്ങൾക്ക് കിട്ടും. അടുത്ത ചാപ്റ്റർ കുറച്ചുകൂടെ സ്പെഷ്യലാണ്. അവിടെ ഞാൻ കുറേ കാറ്റഗറി ഗേൾസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പം സിംഗിളാണ്, നിങ്ങളൊരു ഗേളിനെ സെലക്ട് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ക്രഷൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്ന കാറ്റഗറി, ഓക്കെ, വാല്യൂ ബേസ്, ഞാൻ കുറേ ഡീപ്പായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് കാറ്റഗറി ഗേൾസിൻ്റെ കാര്യം പറയും. ആദ്യം ഒന്നിനാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ തന്നെ അതിൽ ഫോർമുല എല്ലാം പറയുന്നുണ്ട്, എങ്ങനെ ഇൻട്രസ്റ്റ് കാണിക്കണം, എങ്ങനെ കമ്മിറ്റഡിലോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് ഞാൻ പറയുന്ന ആ ടൈപ്പ് ഗേൾസിനെ, അതായത് നിങ്ങൾക്ക് മാച്ചായിട്ടുള്ളത് ഞാനത് കുറച്ച് ഫോർമുല പറയും. അത് വെച്ച് നിങ്ങൾ ഗേൾസിനെ സെലക്ട് ചെയ്തിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്ന എങ്ങനെ അതെല്ലാം അതിൽ തന്നെ പറയാം. അങ്ങനെ അടുത്തടുത്ത ലെവലിൽ കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. ഇതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ അടുത്ത സംസാരിക്കുന്ന ടോപ്പിക്ക് വാല്യൂവിനെ കുറിച്ചാണ്. വാല്യൂവിനെ കുറിച്ച് കുറച്ചുകൂടെ നല്ല ഡീപ്പായിട്ട് നിങ്ങൾ ഏകദേശം അറിഞ്ഞിരിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങളുടെ കിടപ്പ് അറിയാൻ വേണ്ടിയാണ് ഈ കോഴ്സ് ഉള്ളത്, എല്ലാ കാര്യത്തിൻ്റെയും. അപ്പോൾ മെയിനായിട്ടുള്ള എല്ലാ ഐഡിയ, ഓരോ കാര്യത്തിൻ്റെയും മെയിനായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരുവിധം എല്ലാ ഐഡിയകളും ഇതിൽ തന്നെ പറയുവാണ്. അപ്പം വാല്യൂവിനെ കുറിച്ചാണ് ഈ ടോപ്പിക്ക് പറയുന്നത്. പിന്നുള്ളത് ഫ്രണ്ട് സോണിനെ 4 ടൈപ്പായിട്ട് തിരിച്ചിട്ട് ഓരോ ടൈപ്പിൽ നിന്ന് എങ്ങനെ വെളി വരാമെന്ന് വളരെ ഡീപ്പായിട്ട് തന്നെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് തന്നെ സ്വയം ചെക്ക് ചെയ്യാനുള്ള ഒരു ഫോർമുല അതിൽ തരുന്നുണ്ട്. എങ്ങനെ നിങ്ങൾ ഏത് ടൈപ്പ് ഫ്രണ്ട് സോണാണ്, ഒരു 4 ടൈപ്പ് ഫ്രണ്ട് സോണ്, 4 ടൈപ്പ് ഫോർമുല വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ റിവേഴ്സിൽ തിരുത്താൻ പറ്റുന്ന ഒരു ഫോർമുല അവിടെ പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഫ്രണ്ട് സോണിൽ നിന്ന് വെളി വരാനുള്ള ഓൾമോസ്റ്റ് ഐഡിയ മൊത്തം അതിൽ തന്നെ ഉണ്ട്.
പിന്നെ ഉള്ളത് ടെക്സ്റ്റിങ് അതുപോലെ കോൺവെർസേഷൻ, റിയലായിട്ടുള്ളത് കോള്, ഓക്കെ. ഏതായാലും കോൺവെർസേഷനിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറേ കാര്യങ്ങൾ, ഓക്കെ. എവിടേക്കാണ് മിസ്റ്റേക്ക്, ഓക്കെ. എവിടേക്കാണ് നിങ്ങൾ തെറ്റായിട്ട് ബിഹേവ് ചെയ്തത്, ഓക്കെ. എന്തൊക്കെയാണ് കറക്റ്റ്, ഓക്കെ. എഫേർട്ട്, ഓക്കെ. അതിനെക്കുറിച്ചെല്ലാം ഡീപ്പായിട്ട് തന്നെ കുറേ കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ഓൺലൈൻ അപ്രോച്ച്, ഓഫ്ലൈൻ അപ്രോച്ച്, ഇത് രണ്ടും വേർതിരിച്ച് ഡീപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ അതിൽ പറഞ്ഞു തരുന്നുണ്ട്. അടുത്ത ടോപ്പിക്ക് നിങ്ങൾ ഗേൾസിനെ കുറിച്ച് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടേ പറ്റൂ. ഇത് ഒരുപാട് പ്ലേ ഗേൾസിനോടൊക്കെ ചോദിച്ച് കവർ ചെയ്തൊരു ടോപ്പിക്കാണ്. അതായത് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇറയാണ്. ഇവിടെ ഗേൾസ് നാച്ചുറലി സ്ട്രോങ് ആയിരിക്കും. അതായത് ഒരു 20% വരുന്ന ഹൈ വാല്യൂ മെന്നിനെ മാറ്റി നിർത്തിയാൽ ഇൻസ്റ്റാഗ്രാം ഏത് ഇതെടുത്താലും ഗേൾസ് അവിടെ നാച്ചുറലി സ്ട്രോങ് ആയിരിക്കും. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനുശേഷം കവർ ചെയ്യുന്ന വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിൻ്റുണ്ട്. അതായത് ഒരു ഗേളിനോട് അപ്രോച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ മിണ്ടുന്നു, ഓക്കെ. അപ്പം സോഷ്യൽ മീഡിയയിൽ മിണ്ടുമായിരിക്കും, ഓക്കെ. ഓൺലൈനായിട്ടായിരിക്കും അവൾ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ നേരിട്ട് മിണ്ടുമായിരിക്കും, ഓക്കെ. ഇപ്പോൾ ക്രഷ് ആയിരിക്കും, ആരും ആയിക്കോട്ടെ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 2 പോയിൻ്റുണ്ട്, ഓക്കെ. അവൾക്ക് ഇൻട്രസ്റ്റ് കൂട്ടണമെങ്കിൽ ഈ 2 പോയിൻ്റ് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കണം. 1 റെസ്ട്രിക്ഷൻ എന്നൊരു പോയിൻറ്റിനെ കുറിച്ച്, 2 പീക്ക് പോയിൻ്റ്, ഓക്കെ. പീക്ക് പോയിൻ്റ് അല്ല പീക്ക് ലെവൽ, ഈ 2 പോയിൻറ്റിനെ കുറിച്ച് ഡീപ്പായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഒരു ഗേളിൻ്റെ റെസ്ട്രിക്ഷൻ പോയിൻ്റ്, പീക്ക് പോയിൻ്റ്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് പറയുന്നുണ്ട്. അതും കോഴ്സിൽ പറയുന്നുണ്ട്, ഓക്കെ. പിന്നെ ലാസ്റ്റായിട്ട് സംസാരിക്കുന്നത് നമ്മളോട് ഇൻട്രസ്റ്റ് പോയ പെണ്ണ്, അതായത് തുടക്കത്തിൽ നല്ലപോലെ മിണ്ടി ഇൻട്രസ്റ്റ് പോയത്, അല്ലെങ്കിൽ സാധാരണ പോലെ നമ്മളോട് മിണ്ടി ഇരുന്നതായിരുന്നു, പിന്നെ നമുക്ക് റിപ്ലൈ പോലും തരാത്ത പോലെ ആയത്, അല്ലെങ്കിൽ അതിൽ സ്പെഷ്യലായിട്ട് തേർഡ് പാർട്ടി, അതായത് വേറൊരു പയ്യനോട് മിണ്ടി തുടങ്ങി, ഓക്കെ. അപ്പം അതുപോലുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതോടെ അത്രയുള്ള കോഴ്സിൻ്റെ ചാപ്റ്ററുകൾ. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ മെയിൻ ഇൻസ്റ്റ ഐഡിയിൽ പോയിട്ട്, അവിടെ എൻ്റെ സ്റ്റാഫുണ്ട്, അവിടെ പോയി ബുക്ക് ചെയ്തോ. പിന്നെ ചാനലിൽ ടോപ്പിൽ നിൽക്കുന്ന കോഴ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ പോയി നോക്കിക്കോ.